ഡിറ്റർമിനൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, മെട്രിക്സിൻ്റെ രീതി ഉപയോഗിച്ചിട്ട് ഹൗ ടു സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ ഓഫ് system of linear equations. Let us take a system of linear equations. 2x plus 5y equal to 1 and 3x plus 2y equal to 7. This system consists of two linear equations in x, y variables. So, to solve this system of linear equations means what? To find the value of x and y. അപ്പോൾ ഈ ഇക്വേഷനിലെ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് മെട്രിക്സ് മെത്തേഡാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫോർമുല എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. സോ ഫസ്റ്റ് വി ഫൈൻഡ് എ ഇൻവേഴ്സ്. ഹൗ ടു ഫൈൻഡ് എ ഇൻവേഴ്സ്? ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ, ദെൻ മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻ്റ്, ദെൻ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കെന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കാണണം. To find A inverse. അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ ഇൻവേഴ്സ് കാണാൻ ആദ്യം ഡിറ്റർമിനന്റ് എ കാണണം. ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു, അപ്പോൾ അതിനു വേണ്ടി ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് എ, ബി ഇതൊക്കെ ഡിഫൈൻ ചെയ്യണം. എ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്ക്, 2x plus 5y ഇസ് ഈക്വൽ ടു 1, 3x plus 2y ഈക്വൽ ടു 7. അപ്പോൾ ഇതിൽ 2, 3, 5, 2 ഇങ്ങനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡിഫൈൻ ചെയ്യുക. 2, 3, 5 ടു ആ സിമ്പിൾസ് എടുക്കുന്നത് പ്ലസ് ആയതുകൊണ്ട് അവിടെ എല്ലാം പ്ലസ് തന്നെയാണ്. ഇപ്പോൾ ഇത് 2x minus 5y ആണെങ്കിൽ ഇവിടെ -5 വരും. അപ്പോൾ അങ്ങനെ എ ഡിഫൈൻ ചെയ്തു. സിമിലർലി ബി ഇസ് ഈക്വൽ ടു മാട്രിക്സ് ഇത് 1, 7. ഇതാണ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. സിമിലർലി എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ്, വിച്ച് ആർ ദ വേരിയബിൾസ് ഹിയർ, എക്സും വൈയും മാത്രം അല്ലേ. നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. സോ വേരിയബിൾ മെട്രിക്സ് ഈസ് കോൾഡ് ആസ് എക്സ്. ഇപ്പോൾ ഈ ഫോമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ എക്സ് കാണണം. എക്സ് മീൻസ് ക്യാപിറ്റൽ എക്സ് മീൻസ് വാട്ട്? എക്സ് വൈ. ഇപ്പോൾ എക്സ് വൈൻ്റെ വാല്യൂസ് കാണണം. എ ഇൻവേഴ്സ് എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് എ എടുക്കുക. 2, 3, 5, 2 എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം. ടു ഫൈൻഡ് A inverse. For that, firstly we are finding determinant A. As determinant A. A means 2, 5, 3, 2. That is determinant. Enna cheya? 2 into 2 minus 5 into 3. That is 4 minus 15 is equal to -11. That is determinant A. പിന്നെ എന്ത് ചെയ്യണം? മൈനേഴ്സ്, നേരത്തെ കണ്ട പോലെ മൈനർ. കാരണം ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കാണാൻ വേണ്ടി മൈനർ, കോഫാക്ടർ, അഡ്ജോയിൻ്റ് എന്നൊക്കെ വേണം. വാട്ട് ഇസ് M11? M11 എന്ന് പറയുമ്പോൾ ഇതിലല്ലേ, ഇത് ദാറ്റ് ഇസ് 2. M12 മീൻസ് ഇത് 3. Similarly M21
means 5, m22 ഇത്. So minus are obtained. So there a cofactor C11 means minus 1 whole raised to 1 plus 1, that is minus 1 whole raised to 2, that is 1 into m112, that is 2 തന്നെ. C12 minus 1 whole raised to 1 plus 2, that is minus 1 whole raised to 3, that is minus 1 into m123, but minus 1 to 3 minus 3. C21 is equal to minus 1 whole raised to 3, that is minus 1 into m21 5, minus 1 into 5, that is minus 5. C22 means minus 1 whole raised to 2 plus 2 4, that is 1 into m22 2, 1 into 2 2. Okay, for cofactors, okay, then what is cofactor matrix? C is equal to ഇത് ഓർഡർ എഴുതുക 2 minus 3 minus 5 2. അങ്ങനെ സി കിട്ടി. ദെൻ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം. അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു 2 minus 3 minus 5 2 അല്ലേ, ഇങ്ങനെയുള്ളത് താഴേക്ക് എഴുതി. അഡ്ജോയിൻ്റ് എ ഈസ് ഓക്കെ. അഡ്ജോയിൻ്റ് എ ഓക്കെ. Then what? A inverse is what? A inverse is equal to adjoint A divided by determinant A. That is equal to adjoint A means this one, 2 minus 5 minus 3 2 divided by determinant A എന്ന് പറഞ്ഞാൽ is, where is determinant A? That is minus 11. That is equal to minus 1 by 11 into 2 minus 5 minus 3 2. So A inverse is obtained. Minus 5 to A inverse കിട്ടി. അപ്പോൾ x is equal to A inverse into B. So then we are multiplying A inverse by B. B is already known and we can find the product of A inverse and B. അപ്പോൾ ഇത് റബ്ബ് ചെയ്യുക, ഇത് മായ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. So what is A inverse into B? A inverse into B, that is x. X is equal to A inverse into B. എന്താ A inverse കിട്ടിയത്? A inverse is minus 1 by 11 A inverse 2 minus 5 minus 3 2 A inverse into B. What is B? B നമ്മളിപ്പോൾ എടുത്തിരുന്ന ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ബി ഉണ്ടായത്? ബി ഈസ് ഈക്വൽ ടു 17. ഓക്കെ, 17. ഇനി മൾട്ടിപ്പിൾ ചെയ്താൽ minus 1 by 11 into 2 into 1 plus minus 5 into 7 ഇങ്ങനെ. അപ്പോൾ അതവിടെ കഴിഞ്ഞു, ഇനിയില്ല. ഇനി ഇവിടെ minus 3 into 1 plus 2 into 7 equal to minus 1 by 11 into 2 minus 35 ഇതോ minus 3 plus 14 അങ്ങനെ കിട്ടി. That is equal to minus 1 by 11 into 2 minus 35 minus 33 minus 3 plus 14 minus 11, sorry plus 11. ഓക്കെ, ഇനി ഇത് നമുക്ക് ഓരോന്നിനും കൊടുക്കാം. minus 1 by 11 into minus 33 minus 1 by 11 into 11 is equal to, അപ്പോൾ ഇത് മൈനസ് പോസിറ്റീവായി 33 by 11 3, ഇത് മൈനസ് കട്ടായി, സോ minus 1. അപ്പോൾ x is equal to 3 matrix 3 minus 1 കിട്ടി. വാട്ട് ഇസ് x? x means xy, നേരത്തെ എടുത്തല്ലോ. xy is equal to matrix 3 minus 1. xy is equal to matrix 3 minus 1, which means what? X is equal to 3 and y is equal to minus 1. So solution കിട്ടി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറഞ്ഞു. എക്സിൻ്റെ വൈൻ്റെ വാല്യൂ
കാണാൻ വേണ്ടി പറഞ്ഞു. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി, വൈൻ്റെ വാല്യൂ -1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹൗ മെനി വേരിയബിൾസ് ആയി നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എക്സും വൈയും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വേരിയബിൾസേ ഉള്ളൂ, എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ ദർ വിൽ ബി 2 ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് ഉണ്ടാവും, 2 ഇക്വേഷൻ മാത്രമേ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു? 2x + 5y = 1, പിന്നെ വേറൊന്ന് 3x + 2y = 7. ഇപ്പോൾ 2 ഇക്വേഷനുള്ളൊരു സിസ്റ്റം, 2 ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ദർ വിൽ ബി 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇനി 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൽ 3 വേരിയബിൾ ഉണ്ടാവും, എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, സെഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ക്വസ്റ്റ്യൻ. 3 വേരിയബിൾ ഉണ്ടാണെങ്കിൽ 3 ലീനിയർ ഇക്വേഷൻസ് അടങ്ങിയ ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അത് കുറച്ചധികം നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം അങ്ങനെ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. എന്നിട്ട് അതിന് എ ബി എക്സ് അങ്ങനെ മാറ്റി എഴുതണം. അപ്പോൾ എ എഴുതേണ്ടത് എങ്ങനെയാണ്? എക്സിൻ്റെ കോൺസ്റ്റൻസ് അല്ലേ, അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ എ ആയിട്ട് എഴുതുക. അതുപോലെ അതിൽ കൂടെ ഇപ്പുറത്തെ കോളത്തിൽ വൈൻ്റെ കോഎഫിഷ്യൻസ് എഴുതും, ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ എഴുതും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2x + 3y = 1, 3x - 5y = 7 എന്നാണെങ്കിൽ വാട്ട് ഇസ് എ? 2 3 3 - 5 ദാറ്റ് ഇസ് എ. ഇനി ബിയോ 1 7 ആയിരിക്കും, എക്സോ എക്സ് വൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. വേറൊരു ക്വസ്റ്റൻ നോക്കാം. Solve 3x - 2y + 3z = 8, 2x + y - z = 1, 4x - 3y + 2z = 4. This is a system consisting of 3 linear equations in the variables x, y and z. So we have to find the values of x, y and z. Further, we are framing matrices A, B and X. What will be A? Capital A is equal to matrix 2 3 2 4. Then -2 ഇവിടെ 1 ഉണ്ടാവും, -2 1 -3, -2 1 -3. Then 3 -1 2. So this is a matrix capital A. Then what is B? B is equal to 8 1 4, 8 1 4, and x is equal to x y z, x y z. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് എ, ഡിറ്റർമിനൻ്റ് എ. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ നമുക്ക് 0 കിട്ടി വിവരിച്ചു. നമ്മുടെ ഫോർമുല എന്താ? എക്സ് is equal to A inverse into B. എന്താ A inverse? adjoint A divided by determinant A അല്ലേ. അപ്പോൾ A inverse എങ്ങനെ കാണുന്നത്? adjoint A divided by determinant A. if determinant A is equal to 0, ഡിനോമിനേറ്റർ 0 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഡിറ്റർമിനൻ്റ് A is equal to എന്താണെന്ന് നോക്കാം, അതിന് ശേഷം നമുക്ക് അതുപോലെ ചെയ്യാം. ഡിറ്റർമിനൻ്റ് A is equal to determinant 3 -2 3 2 1 -1 4 -3 2 അല്ലേ. ഡിറ്റർമിനൻ്റ് that is equal to what? 3 into 1 -1 -3 2, 1 -1 -3 2, 1 -1 -3 2, minus -2 into 2 -1 4 2, 2 -1 4 2, 2 -1 4 2, plus 3 into 2 1 4 -3, 2 1 4 -3. That is 3 into 2 minus 1 into 3 3, and minus plus out. 2 into 4 minus 1 into 4 minus 4, plus 3 into 2 into minus 3 minus 6, minus 1 into 4 4, equal to 3 into 2 minus 3 minus 1, plus 2 into 4 plus 4 8, plus 3 into minus 6 minus 4 minus 10.
that is equal to minus 3 plus 16 minus 30. Minus 3 plus 16, 13. 13 minus 30, that is equal to what? Minus 17. So, determinant A is equal to minus 17. Determinant A is equal to minus 17. Okay. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൈനർ കോഫാക്ടർ ഒക്കെ ചെയ്യണം. നമുക്ക് ബോർഡ് ക്ലീൻ ആക്കി നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി മൈനർ കോഫാക്ടർ അതൊക്കെ കാണാം. ഡിറ്റർമിനൻ്റ് ഞാനത് ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. M11 ദാറ്റ് ഇസ് മൈനർ. M11 എന്ന് പറയുമ്പോൾ ഇത് മാറ്റി വെച്ചു അല്ലേ. 1 minus 1 minus 3 2. 1 minus 1 minus 3 2. That is equal to what? 1 minus 1 minus 3 2. 1 into 2 2 minus 1 into minus 3 3. That is equal to minus 1. 1 into 2 2 തന്നെ. പിന്നെ മൈനസ് വേണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് മൈനസ് പോസിറ്റീവായി. 1 into 3 3 തന്നെ. 2 minus 3 minus 1. M12 is equal to ഇത് 1 2. 2 minus 1 4 2. 2 minus 1 4 2. That is what? 2 into 2 4 minus 1 into 4 minus 4. That is 4 plus 4 equal to 8. M13 is equal to M13. 2 1 4 minus 3. 2 1 4 minus 3. That is equal to 2 into minus 3 minus 6 minus 1 into 4 4. That is minus 10. Then M21 is equal to minus 2 3 minus 3 2. Minus 2 3 minus 3 2. 2 1. Minus 2 3 minus 3 2. That is equal to minus 4 minus 9. That is equal to minus 4 plus 9 means 5 varum. M21, okay. Then M22 is equal to M22 3 3 4 2. 3 3 4 2. That is 3 into 2 6 minus 3 into 4 12. That is minus 6. M22 minus 6. M23 എന്ന് പറയുമ്പോൾ 3 minus 2 4 minus 3. 3 minus 2 4 minus 3. That is equal to minus 9 minus 8. That is equal to minus 9 plus 8. That is minus 1. M31 means 3 1. Minus 2 3 1 minus 1. Minus 2 3 1 minus 1. Minus 2 3 1 minus 1 is equal to minus 2 into minus 1 2 minus 3 into 1 3. That is minus 1. Okay. Minus 2 into minus 1 2 minus 3 into 1 3. 2 minus 3, that is minus 1. Then M32 is equal to M32, that is 3 3 2 minus 1. 3 3 2 minus 1. 3 2 3 3 2 minus 1. That is equal to 3 into minus 1 minus 3 into 2 6. That is minus 9. M32. M33 is equal to 3 3. So 3 minus 2 2 1. 3 minus 2 2 1. That is 3 minus 4. That is 7. 3 plus 4 7. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൈനേഴ്സ് എല്ലാം കിട്ടി. ഇനി കോഫാക്ടർ കാണുമ്പോൾ C11 means minus 1 whole raised to 1 plus 1, that is minus 1 whole raised to 2 1 into M11. 1 into minus 1, that is minus 1. C12 ഇപ്പോൾ ഇത് മൈനസ് 1 ആവും അല്ലേ. minus 1 into
8 minus 1 into 8 minus 8 C13 equal to ഇത് 1 plus 3 4 ആവും അപ്പോൾ 1 തന്നെ 1 into minus 10 C21 is equal to ഇത് minus 2 plus 1 3 ആവും minus 1 ആവും 21 minus 5 C22 means minus 1 whole raised to 2 plus 2 that is minus 1 whole raised to 4 ആവും that is 1 into 2 1 minus 6 ആവും C23 is equal to minus 1 whole raised to 5 that is minus 1 into minus 1 that is 1 now C31 is equal to minus 1 whole raised to 4 whole raised to 4 1 into minus 1 C32 is equal to minus 1 whole raised to 5 that is minus 5 into minus 1 into minus 9 that is 9 3 to 5 അല്ലേ അപ്പം whole raised to 5 എന്ന് പറയുമ്പോൾ minus 1 whole raised to 5 means what minus 1 into minus 9 ആണ് C33 is equal to 6 ആവും അപ്പോൾ 1 into 7 അതൊക്കെ C33 7 C33 എന്ന് പറയുമ്പോൾ 7 ആയി അല്ലേ ഓക്കെ ബോർഡ് ക്ലീൻ ചെയ്യാം എന്ത് ചെയ്യണം സി കോഫാക്ടർ മെട്രിക്സ് സി ഫോം ചെയ്യുക ദാറ്റ് ഇസ് വാട്ട് minus 1 minus 8 minus 10 minus 5 minus 6 1 minus 1 9 7 നമുക്ക് അഡ്ജോയിൻ്റ് എടുക്കാം അഡ്ജോയിൻ്റ് മീൻസ് വാട്ട് ഇതിനെ ട്രാൻസ്പോസ് ആക്കുക that is minus 1 minus 8 minus 10 minus 5 minus 6 1 minus 1 9 7 adjoint any A inverse is equal to what adjoint A divided by determinant A. Adjoint A is this one. Adjoint A is what minus 1 minus 5 minus 1 minus 8 minus 6 9 minus 10 1 7 divided by determinant A. അതായിരുന്നു നമുക്കെന്താ കിട്ടി നേരത്തെ ഡിറ്റർമിനൻ്റ് എ 17 അല്ലേ മൈനസ് 17 ഓക്കെ ഡിറ്റർമിനൻ്റ് എ മൈനസ് 17 അങ്ങനെ കിട്ടിയിട്ടുണ്ട് മൈനസ് 17 അപ്പോൾ അങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/17 പിന്നെ മൈനസ് 1 മൈനസ് 5 മൈനസ് 1 minus 8 minus 6 9 minus 10 1 7 that is A inverse. But number formula x is equal to A inverse into B, that is equal to clean okay അപ്പോൾ x is equal to A inverse is minus 1/17 minus 1 minus 5 minus 1 minus 8 minus 6 9 minus 10 1 7 A inverse into B. ഇതായിരുന്നു ബി നമ്മളെ ക്വസ്റ്റ്യനിൽ 814 അല്ലേ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ 814 സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുക minus 1/17 into minus 1 into 8 minus 8 plus minus 5 into 1 minus 5 plus minus 1 into 4 minus 4 minus 8 into 8 minus 64 plus minus 6 into 1 minus 6 plus 9 into 4 36 minus 10 into 8 minus 80 plus 1 into 1 1 plus 7 into 4 28 equal to
മൈനസ് 1/17 ഇൻറ്റു ഇപ്പോൾ -8 ഇത് പ്ലസ് മൈനസ് മൈനസായി -13 ആവും ആഡ് ചെയ്യുമ്പോൾ -13 -4 -17 വരും. -64 ഇത് മൈനസ് ആവും ഇപ്പോൾ -70 ആവും. ഇപ്പോൾ -70 + 36 ഇപ്പോൾ 70 36 മൈനസാക്കി എത്രയാണ് -34 ആവും അല്ലേ -34 ഓക്കെ. പിന്നെയോ -8 + 1 -79 ഇപ്പോൾ 79 28 മൈനസാക്കുമ്പോൾ -51 ഓക്കെ അല്ലേ -51 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് കൊടുത്താൽ ഈ -1/17 ഇൻറ്റു -17 പിന്നെയോ -1/17 ഇൻറ്റു -34 പിന്നെ -1/17 ഇൻറ്റു ഇത് -5 തന്നെയാണോ -5 ഇവിടെ -57 അല്ലേ -80 + 1 -79 + 28 അല്ലേ 28 51 ഓക്കെ 51 യെസ് 51 is equal to what? Minus plus I 17 and 17s are getting cancelled, so 1 ഇത് 2 minus positive 2 ഇത് 3 വരും minus positive 3. അപ്പോൾ x is equal to 1 2 3 which are x അപ്പോൾ എന്ത് പറയാം നമുക്ക് therefore x is equal to 1 y is equal to 2 x is equal to 1 y is equal to 2 and z is equal to 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ ഒരു സിസ്റ്റം കിട്ടിയാൽ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കാണുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ശരിക്കും പഠിച്ചു നോക്കുക. ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും 6 മാർക്ക് വരെ ഉണ്ടാവുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ അത് നേരെ പഠിച്ചോളുക. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ സ്റ്റോപ്പ് ചെയ്യാം. നോട്ട് ബുക്കൊക്കെ എഴുതി അയച്ചു തരണം. ഓക്കെ.